ഇന്നുണ്ടാക്കുന്നത് ഒട്ടും കയ്പില്ലാത്ത വളരെ ടേസ്റ്റിയായ കുറേ നാൾ കേടുകൂടാതിരിക്കുന്ന നാരങ്ങ അച്ചാറാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ നാരങ്ങ നന്നായി കഴുകി വെള്ളമയമില്ലാതെ തുടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ ഇരുന്നാൽ മതിയാവും അടുപ്പിൽ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. വെന്ത് പൊട്ടിപ്പോവരുത്. ആവിയിൽ വെന്ത ഈ നാരങ്ങ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതൊന്ന് തണുക്കട്ടെ. നാരങ്ങയുടെ ചൂട് കുറച്ചൊന്ന് പോയി കഴിയുമ്പോഴേക്കും ചെറിയ ചൂടോടുകൂടി നമുക്കിതൊന്ന് 4ആയിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ എല്ലാ നാരങ്ങയും നമുക്ക് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത ഈ നാരങ്ങയിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കായപ്പൊടി ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പായി പോയതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നാരങ്ങ ഇവിടെ ഇരിക്കട്ടെ. നമുക്കിതിൽ ചേർക്കാനുള്ള പൊടികൾ തയ്യാറാക്കാം. ഞാനൊരു മൺചട്ടിയിലാണ് ഇതുണ്ടാക്കുന്നത്. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 5 ഏലക്ക ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോഴേക്കും 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും എല്ലാം പൊട്ടി കഴിയുമ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചെറിയ ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെക്കണം. ഇനി ആ ചട്ടിയിലേക്ക് തന്നെ 100 ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ 1/4 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി എണ്ണയിൽ കിടന്ന് പകുതി മൂപ്പായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും മുമ്പേ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ കൂടെ ഇതുകൂടി നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 5-6 തണ്ട് കറിവേപ്പിലയുണ്ട്, അതിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി തീർന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ചട്ടിക്ക് നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ്. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 ടീസ്പൂൺ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാകും. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. അരപ്പൊക്കെ നന്നായിട്ട് നാരങ്ങയിൽ പിടിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് വിനാഗിരി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പാത്രം അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നാരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം.
വിനാഗിരി നാരങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വിനാഗിരി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുകിൻ്റെയും ഉലുവയുടെയൊക്കെ ആ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നാരങ്ങ ആയതുകൊണ്ട് തന്നെ ഉപ്പ് കൂടുതൽ ആവശ്യമാണ്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. അച്ചാറിൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ടേസ്റ്റ് നോക്കിയിട്ട് ഇനി ആവശ്യമെങ്കിൽ അല്പം കൂടി കായം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നോക്കിയിട്ട് എനിക്കിത് പാകമാണ്. നല്ല രുചികരവും കുറേ നാൾ കേടുകൂടാതിരിക്കുന്നതുമായ ഒരു നാരങ്ങ അച്ചാറാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. അച്ചാറുകൾ എപ്പോഴും ഉണ്ടാക്കിയതിന് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വന്ന് തുടങ്ങുന്നത്. അച്ചാർ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.